എല്ലാവർക്കും ടേൺ ടു സക്സസ് പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവികളാണ്. അത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ പാർട്ടാണിത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ ജൂൺ 21 നടന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ്, 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഏതാണ് ഇതിന് ഉത്തരം വരിക? ഉത്തരം ഏതാണ്? ഇതിൽ ഓപ്ഷൻ എ ആണ്, അല്ലെ വിക്രം മിശ്രി ആണ് ഉത്തരം വരിക. ഓപ്ഷൻ എ വിക്രം മിശ്രി ആണ് ഇതിൻ്റെ ആൻസർ വരിക, വിക്രം മിശ്രി. ഓക്കെ, അതുപോലെ തന്നെ ആരാണ് ഈ വിനയ് മോഹൻ കത്ര എന്ന് പറഞ്ഞാൽ? വിനയ് മോഹൻ കത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 34ാമത്തെ, എത്രാമത്തെയാണ്? 34ാമത്തെ എന്താണ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. അതായത് 2022 മുതൽ 2024 വരെ. അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം എന്താണ് ഇന്ത്യൻ്റെ ഈ പറഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അംബാസഡർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ ആണ് ആരെന്ന് പറഞ്ഞാൽ വിനയ് മോഹൻ കത്ര, ഓർത്തിരിക്കുക. അതുപോലെ വിജയ് കേശവ് ഗോഖലെ എന്ന് പറഞ്ഞാൽ ആരാണ്? വിജയ് കേശവ് ഗോഖലെ ആരായിരുന്നു വെച്ചാൽ 32ാമത്തെ, അതായത് 2032 എത്രയാണ്? 32ാമത്തെ 2018 മുതൽ 2020 വരെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ആര്? വിജയ് കേശവ് ഗോഖലെ. അതും ഒന്ന് ഓർത്തിരിക്കുക. മുമ്പ് ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറൊക്കെ ആയിരുന്നു ആര്? വിജയ് കേശവ് ഗോഖലെ. അതുപോലെ എസ് ജയശങ്കർ നമുക്കറിയാം. ആരാണ് എസ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ? എസ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ്, അല്ലെ? വിദേശകാര്യമന്ത്രി, അല്ലെ? ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ആരെന്ന് പറഞ്ഞാൽ? എസ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യം ജയശങ്കർ. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പദവിയാണ്. നിലവിൽ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രിയാണ്. അതുപോലെ തന്നെ ക്യാബിനറ്റ് സെക്രട്ടറി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? അതായത് ഉദ്യോഗസ്ഥ വിതരണത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യൻ ബ്യൂറോക്രസിയിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറി, അല്ലെ? നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ടി.വി. സോമനാഥനാണ്. മുമ്പത്തെ ധനകാര്യ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഇദ്ദേഹം. ഇപ്പം നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരായിരുന്നു? ടി.വി. സോമനാഥനാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ്. അതുപോലെ നിലവിലെ റവന്യൂ സെക്രട്ടറിയാണ് അരവിന്ദ് ശ്രീവാസ്തവ. അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇമ്പോർട്ടൻ്റ് ആണ്, അജിത് ദോവലാണ്. ആരാണ്? അജിത് ദോവലാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കറണ്ട് അഫയർ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരാണ്? 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗോവിന്ദ് മോഹൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ടി.വി. സോമനാഥൻ, അരവിന്ദ് റവന്യൂ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഓരോ ആൾക്കാരുടെ പദവികൾ പറഞ്ഞല്ലേ, അപ്പോൾ അവരൊന്നും അല്ല. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? നിധി തിവാരിയാണ്. ആരാണ്? നിധി തിവാരി. 2025 ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരാണ്? നിധി തിവാരിയാണ്. ആരാണ്? നിധി തിവാരിയാണോ എന്ന് ഓർത്തിരിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറഞ്ഞു നമ്മൾ ഈ ക്ലാസ് തന്നെ നമ്മൾ ഈ പറഞ്ഞ റിലേറ്റഡ് ഫാക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പദവികൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിലവിലെ BCCIൻ്റെ പ്രസിഡന്റ് ആരാണ്? നിലവിലെ BCCIൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ ആരാണ് ഉത്തരം വരിക? നിലവിലെ BCCI പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ പ്രസിഡന്റ് ആരാണ്? റോജർ ബെന്നിയാണ്. ആരാണ്? റോജർ ബെന്നിയാണ്, അല്ലേ? ആരാണ് ഈ ദേവജിത്ത് സൈക്കിയ എന്ന് പറഞ്ഞാൽ? നിലവിലെ BCCIൻ്റെ സെക്രട്ടറി ആണ്. ആരെന്ന് പറഞ്ഞാൽ ദേവജിത്ത് സൈക്കിയ. ജയ്ഷ എന്ന് പറഞ്ഞാൽ ICC, അല്ലെ? ഇതിന് മുമ്പ് ഇതിൻ്റെ ഇതായിരുന്നു ആര്? സെക്രട്ടറി ആയിരുന്നു ആര്? BCCI സെക്രട്ടറി ആയിരുന്നു ജയ്ഷ. ഇപ്പോൾ അദ്ദേഹം ICC, അല്ലെ? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ് ആര്? ജയ്ഷ എന്ന് പറഞ്ഞാൽ. ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പുരുഷ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ആര് എന്ന് പറഞ്ഞാൽ? ഗൗതം ഗംഭീർ. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. BCCI എന്താണ് ഫുൾ ഫോം എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. പ്രസിഡന്റ് റോജർ ബെന്നി. സെക്രട്ടറി ആരാണ്? ദേവജിത്ത് സൈക്കിയാണ്. ദേവജിത്ത് സൈക്കിയ എന്ന് പറഞ്ഞാൽ ആസാം മുൻ ക്രിക്കറ്റ് താരമാണ്. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ആളാണ് ജയ്ഷാൻ, അല്ലെ? നിലവിൽ വന്ന എപ്പോഴായിരുന്നു? 1928 ഡിസംബർ 1-നാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? BCCIൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? മുംബൈയിലാണ്. പക്ഷേ ICCൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ICCൻ്റെ ആസ്ഥാനം എവിടെയാണ്? ദുബായിലാണ്. ഓക്കെ, അതുപോലെ നമ്മളെ പുരുഷ ക്രിക്കറ്റ് നിലവിലെ ഇത് പദവികൾ മാറ്റം വരാം. ഞാനിപ്പോൾ പ്രസന്റ്ലി ഉള്ള കാര്യമാണ് പറയുന്നത്, അതിൽ ചേഞ്ചസ് വരാം. ഓക്കെ, എന്താണ്? പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനാണ് ആര്? ഗൗതം ഗംഭീറാണ്. ആരാണ്? ഗൗതം ഗംഭീറാണ്. 2024 മുതലാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായിട്ട് വന്നത്. അതുപോലെ അതിന് മുന്നുണ്ടായിരുന്ന ആരായിരുന്നു? രാഹുൽ ദ്രാവിഡ് ആയിരുന്നു. ആരായിരുന്നു? രാഹുൽ ദ്രാവിഡ് ആയിരുന്നു. ഇന്ത്യയുടെ വൻമതിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ക്രിക്കറ്റാരാണ് ആര്? രാഹുൽ ദ്രാവിഡ്, അല്ലേ? ഓക്കെ, ഏകദിന ടീം ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യയുടെ ഏകദിന ടീം ക്യാപ്റ്റൻ നിലവിൽ ആരാണ്? രോഹിത് ശർമ്മയാണ്. നിലവിൽ ആരാണ്? രോഹിത്
ശർമ്മയാണ്. ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? പുതിയ ക്യാപ്റ്റനായിട്ട് നിയമിതനായതായിരുന്നു ശുഭ്മാൻ ഗില്ലാണ്. ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. അതേപോലെ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് IPL ടീമായിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ആര്? ശുഭ്മാൻ ഗിൽ. ഓക്കെ. അതുപോലെ T20 ടീം ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യയുടെ 2020 ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണ്. ആരാണ്? സൂര്യകുമാർ യാദവ് ആണ്. ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ ആരാണ്? അമോൽ മുസുംദാർ ആണ്. 2023 മുതലാണ്. ഈ എത്ര മുതൽ എന്നുള്ള കാര്യം PSC ഇപ്പോൾ ഏത് വർഷം മുതൽ എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് പഠിക്കുക. 2023 മുതൽ ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാണ് ആര്? അമോൽ മുസുംദാർ. അതുപോലെ തന്നെ ODI ടെസ്റ്റ് അല്ലെ, ODIയും അതുപോലെ ടെസ്റ്റ് അല്ല T20 ടീമിന്റെയും ക്യാപ്റ്റൻ ഒരേ ആളാണ്. ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. ആരാണ്? ഹർമൻപ്രീത് കൗർ. ആരാണ്? ഹർമൻപ്രീത് കൗർ അല്ലെ. അപ്പൊ ഹർമൻപ്രീത് സിംഗ് ഉണ്ട്, അത് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനാണ്. ഹർമൻപ്രീത് സിംഗ് ആരാണ്? ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരെന്ന് പറഞ്ഞാൽ ഹർമൻപ്രീത് സിംഗ് എന്ന് പറഞ്ഞാൽ ഹർമൻപ്രീത് സിംഗ്. അപ്പോൾ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ പുരുഷൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ആരാണ്? ഹർമൻപ്രീത് സിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരമൊക്കെ കിട്ടിയ ആളാണ് ആര്? ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം അല്ലെ, ഈ വർഷത്തെ കഴിഞ്ഞ വർഷം അല്ലെ, 2024 അല്ലെ, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാര ജേതാവൊക്കെയാണ് ആര്? ഈ പറഞ്ഞ ഹർമൻപ്രീത് സിംഗ്. ഓക്കെ. അതുപോലെ തന്നെ അതിന് തൊട്ടുമുന്നേ ക്യാപ്റ്റൻ ഉണ്ടായിരുന്ന ആരായിരുന്നു? PR ശ്രീജേഷ് ആയിരുന്നു. അദ്ദേഹം വിരമിച്ച ശേഷമാണ് ഹർമൻപ്രീത് സിംഗ് ഇന്ത്യന്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ അതുപോലെ കോച്ച് അല്ലെ, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ചാണ് ആര്? ക്രെയ്ഗ് ഫുൾട്ടൺ. ആരാണ്? ക്രെയ്ഗ് ഫുൾട്ടൺ. ആരാണ്? ക്രെയ്ഗ് ഫുൾട്ടൺ. 2023 മുതലാണ്. അതായത് 2024 നമുക്കറിയാം ഹോക്കിയിൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ, വെങ്കല മെഡൽ. ആ സമയത്തൊക്കെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു വെച്ചാൽ ക്രെയ്ഗ് ഫുൾട്ടൺ. ആരാണ്? ക്രെയ്ഗ് ഫുൾട്ടൺ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ അല്ലെ, ടീമിന്റെ ക്യാപ്റ്റൻ നിലവിൽ ആരെന്നെ? സുനിൽ ഛേത്രിയാണ്. അദ്ദേഹം വിരമിച്ചതാണ് ഓൾറെഡി ഫുട്ബോൾ ടീമിൽ നിന്ന് വിരമിച്ചിട്ട്. പക്ഷേ അദ്ദേഹം വീണ്ടും ഒരു വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ ഒഴിവാക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്തു? അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് എന്ത് ചെയ്തു? മടങ്ങി വന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ നിലവിൽ ആരെന്നെയാണ്? സുനിൽ ഛേത്രിയാണ്. അതുപോലെ കോച്ചാണ് മനോലോ മാർക്യൂസ്. എന്താണ്? മനോലോ മാർക്യൂസ്. ഒന്ന് ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ UPSC ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ്? പുതുതായിട്ട് പുതിയ UPSC ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ്. അപ്പോൾ പ്രീതി സുധൻ നമുക്കറിയാം, അയാളാണ് ഉണ്ടായിരുന്നത്. പ്രീതി സുധനായിരുന്നു UPSCന്റെ ചെയർമാൻ. പക്ഷെ അതിൽ മാറ്റം വന്നു. പുതിയ UPSC ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അജയ് കുമാർ ആണ്. ആരാണ്? അജയ് കുമാർ. പുതിയ UPSC ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? അജയ് കുമാർ ആണ് അല്ലെ. അപ്പോൾ ഓർത്തിരിക്കുക, പുതിയ UPSC ചെയർമാൻ അജയ് കുമാർ അല്ലെ. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. കേരള കേഡറിൽ നിന്ന് 1985 IAS ബാച്ച് ഉദ്യോഗസ്ഥനാണ്. കേരളയിൽ നിന്നുള്ള 1985 IAS ബാച്ച് ഉദ്യോഗസ്ഥനാണ്. മുൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്നു. 2019 മുതൽ 2022 വരെ ഇന്ത്യന്റെ പ്രതിരോധ സെക്രട്ടറി ആയിട്ട് എന്തിട്ടുണ്ടായിരുന്നു? സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർത്തിരിക്കുക. UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ ആണ്. അതുപോലെ തന്നെ കേരള PSC ചെയർമാൻ അല്ലെ, കേരള UPSC പോലെ തന്നെ കേരള PSCന്റെ ചെയർമാൻ ആരാണ്? അത് MR ബൈജു ആണ്. ആരാണ്? MR ബൈജു ആണ്. അതുപോലെ UGCന്റെ ചെയർമാൻ ആരാണ്? വിനീത് ജോഷിയാണ്. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നാണ് വന്നത്? 1953 ഡിസംബർ 28 അല്ലെ. രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്തത്? UGC നിലവിൽ വന്നത്. ഉന്നത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം, UGCന്റെ ലക്ഷ്യം അല്ലെ, ടു പ്രൊമോട്ട് ഹയർ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യന്റെ ചെയർമാനാണ് ആര്? KN ശാന്തകുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യന്റെ ചെയർമാൻ ആരാണ്? KN ശാന്തകുമാർ ആണ്. ആരാണ്? KN ശാന്തകുമാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ സ്ഥിരമായിട്ട് എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അല്ലെ. അപ്പൊ 15ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? 15ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലാണത് നമുക്കറിയാം. എന്താണ്? 16ാമത് അരവിന്ദ് പനഗരിയ എന്ന് പറഞ്ഞതാണ് 16ാമതാണ്. 15ാമത്തെ NK സിംഗ് അല്ലെങ്കിൽ ആരാണ്? നന്ദകിഷോർ സിംഗ് അല്ലെ, നന്ദകിഷോർ സിംഗ്. അപ്പോൾ ഓപ്ഷനിലൂടെ നോക്കുകയാണെങ്കിൽ 16 അരവിന്ദ് പനഗരിയ, 15 നന്ദകിഷോർ സിംഗ്, 14 YV റെഡ്ഡിയാണ്. വിജയ് ഗേൽക്കർ 13 ആണ്. വിജയ് ഗേൽക്കർ 13ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ്. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗിരി അല്ല. അതിന്റെ കാലാവധി ഒന്ന് ഓർത്തിരിക്കുക, 2026 to 31 വരെയാണ്. 2026 to 31 വരെയാണ്. അരവിന്ദ് പനഗിരിന്റെ ഈ പുസ്തകം PSC ചോദിക്കാറുണ്ട്, ഇന്ത്യ ദി എമേർജിംഗ് ചേഞ്ച് എന്നാണ്. അതുപോലെ തന്നെ എന്താണ് 15ാമത് അല്ലെ, ശരിക്കും പറഞ്ഞാൽ 26 ഏപ്രിൽ 1 അരവിന്ദ് പനഗിരി അധ്യക്ഷനായിട്ടുള്ള ഈ പറഞ്ഞ ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുക? നടപ്പിലാക്കുക. 26 ഏപ്രിൽ 1 to 2031 മാർച്ച് 31 വരെയാണ് വരിക. ഓക്കെ.
പക്ഷേ ഇപ്പം നിലവിൽ 26 വരെ ആരെ തന്നെയാണ് നടപ്പിലാക്കുന്നത്, ആരുടെ ശുപാർശകളാണ് നടപ്പിലാക്കുക, ഈ പറഞ്ഞ 15ാമത് ധനകാര്യ കമ്മീഷനായിട്ടുള്ള ഏതാണ് നന്ദകിഷോർ സിംഗ് അല്ലെ, NK സിംഗ്, നന്ദകിഷോർ 21 മുതൽ 26 വരെയാണ്. അതുപോലെ തന്നെ 14ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ YB റെഡ്ഡിയാണ്. ആരാണ്? YB റെഡ്ഡി. മുൻ RBI ഗവർണറൊക്കെ ആയിരുന്നു ആര്? YB റെഡ്ഡി. അതുപോലെ തന്നെ 13ാമത് ആരാണ്? വിജയ് ഗേൽക്കർ ആണ് അല്ലെ, വിജയ് ഗേൽക്കർ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഗേൽക്കർ ടാക്സ് ഫോഴ്സ് അല്ലെ, ഗേൽക്കർ ടാക്സ് ഫോഴ്സിന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് വന്നത്? GST നിലവിൽ വന്നത്. അതുപോലെ തന്നെ എന്താണ്, പ്രത്യക്ഷ പരോക്ഷ നികുതികളെ പറ്റി പഠിക്കാൻ വന്ന കമ്മീഷനാണ് ഇത് ഗേൽക്കർ കമ്മിറ്റി, വിജയ് ഗേൽക്കർ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 13ാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? വിജയ് ഗേൽക്കർ ആയിരുന്നു. ആരായിരുന്നു? വിജയ് ഗേൽക്കർ ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. നിലവിൽ വന്നത് 1951 നവംബർ 22-നാണ് നിലവിൽ വന്നത്. അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? KC നിയോഗിയാണ്. അതിൽ അംഗമായ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ഒരു മലയാളി ഉണ്ടായിരുന്നു, VP മേനോനാണ് അല്ലേ, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ച VP മേനോനാണ് അല്ലേ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി എന്ന് പറയാനാണ് ആരാണ്? VP മേനോനാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അധ്യക്ഷൻ ആരായിരുന്നു? K സന്താനം അല്ലെ, നമ്മളെ വിജിലൻസ് കമ്മീഷൻ്റെ ഒക്കെ ശുപാർശ ചെയ്ത ആളാണ് ആര്? K സന്താനം. ഓക്കെ, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിൽ അംഗങ്ങൾ എത്രയാണ്? 5 അംഗങ്ങളാണ്. അതായത് ഒരു ചെയർമാനും 4 അംഗങ്ങളും, 5 പേരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള, ഒരു ചെയർമാനും 4 അംഗങ്ങളും. കാലാവധി എന്താണ്? 5 വർഷമാണ്. അതേപോലെ നിയമനം, നീക്കം ചെയ്യാൻ, രാജിക്കത്ത്, റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യമാണ്. റിപ്പോർട്ട് ആയിരിക്കാണ്? രാഷ്ട്രപതിക്കാണ്. പക്ഷേ ആ റിപ്പോർട്ട് രാഷ്ട്രപതി എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കണം. ഇതിന്റെ ആസ്ഥാനത്തിന്റെ പേരെന്താണ്? ജവഹർ വ്യാപാർ ഭവനാണ്. ജവഹർ വ്യാപാർ ഭവനാണ് ടോൾസ്റ്റോയ് മാർഗ്, ന്യൂഡൽഹി. ആസ്ഥാനം ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയ് മാർഗ്, ന്യൂഡൽഹി. ഓക്കെ. അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ വെച്ചതാണ് ആർട്ടിക്കിൾ 280 ആണ്. ആർട്ടിക്കിൾ 280 ഭാഗം 12 ആണ്. ഭാഗം 12 കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഭാഗം 12 ആർട്ടിക്കിൾ 280 ആണ്. ആർട്ടിക്കിൾ 289 പറയുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ പറ്റിയിട്ടാണ് പറയുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 280 ആയതുകൊണ്ട് നമുക്ക് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുപോലെ തന്നെ എന്താണ്? ഇതൊരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. അതായത് ഒരു സിവിൽ കോർട്ടിന്റെ അധികാരങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഈ പറഞ്ഞ സാക്ഷികളെ വിസ്തരിക്കാനും ചോദ്യം ചെയ്യാനും ഇങ്ങനെ മൊഴിയെടുക്കാനൊക്കെ അധികാരം ഉണ്ടാവും. പക്ഷെ എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ ശിക്ഷകൾ വിധിക്കാനുള്ള അധികാരം ഉണ്ടാവില്ല. അത്തരം സ്ഥാപനങ്ങളാണ് നമ്മൾ എന്ത് പറയുക? ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് പറയുക. അതൊരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ് ഇതെന്ന് പറഞ്ഞാൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോവുക സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കൂടി പഠിച്ചു പോവുക. നിലവിൽ കേരളത്തിൽ എത്രാമതാണ്? 7ാമതാണ്. 7ാമത് ആരാണ്? KN ഹരിലാലാണ്. ആര്? KN ഹരിലാലാണ്. അതിൽ 6ാമത് ആരായിരുന്നു? SM വിജയാനന്ദായിരുന്നു. SM വിജയാനന്ദ്. 7ാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ KN ഹരിലാൽ. 6ാമത് ആരായിരുന്നു? SM വിജയാനന്ദാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഏതാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 2 ഉണ്ട്. 243 ഐയും 243 വൈയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ I എന്ന് പറഞ്ഞാൽ ഏതാണ്? പഞ്ചായത്ത് രാജ് ആക്ട് ആണ്. Y എന്ന് പറഞ്ഞാൽ ഏതാണ്? മുനിസിപ്പാലിറ്റി ആക്ടിലാണ് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23 കാലാവധിക്ക് എത്രയാണ്? 5 വർഷം തന്നെയാണ് ഇതിൻ്റെ കാലാവധി വരിക. ഇതേപോലെ നിയമനം, ഈ പറഞ്ഞ എന്താണ് നിയമനം, അതുപോലെ തന്നെ എന്താണ് രാജിക്കത്ത്, ഇതൊക്കെ റിപ്പോർട്ടൊക്കെ തന്നെയാണ് ഗവർണറാണ് വരിക. അതുപോലെ അംഗങ്ങൾ എത്രയാണ്? 3 അംഗങ്ങളാണ് ഉണ്ടാവുക. അംഗങ്ങൾ എത്രയാണ്? 3 അംഗങ്ങളാണ്. അതുപോലെ ഇതിൻ്റെ പ്രഥമ അധ്യക്ഷനായിരുന്നു ആര്? PM എബ്രഹാം. പ്രഥമ അധ്യക്ഷനാരായിരുന്നു? PM എബ്രഹാം ആയിരുന്നു. പ്രഥമ അധ്യക്ഷൻ PM എബ്രഹാം. അത് കഴിഞ്ഞ് ഉള്ള അധ്യക്ഷന്മാർ പേരൊന്നും കൊടുത്തിട്ട്, രണ്ടാമത്തേത് പ്രഭാത് പട്നായിക് ആയിരുന്നു. മൂന്നാമത് KV രവീന്ദ്രൻ നായരാണ്. 4ാമത് പ്രൊഫസർ MA ഉമ്മനാണ്. 5ാമത് BA പ്രകാശ്. 6ാമതാണ് ആരുടെ? SM വിജയാനന്ദും. അതുപോലെ തന്നെ 7ാമതാരാണ്? നിലവിലാരാണ്? KN ഹരിലാലാണ്. അവിടെ 2 ആർട്ടിക്കിൾ ഒന്ന് കൊടുത്തിരിക്കുക. ആർട്ടിക്കിൾ 292 293. ആർട്ടിക്കിൾ 292 എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 292 പറയുന്നത്. അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ആർട്ടിക്കിൾ 293 പറയുന്നത്. PSC ചോദിച്ച PVQ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് നീതി ആയോഗ് അല്ലേ. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാനാണ് ആര്? നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ വരിക. നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബറിയാണ് അല്ലെ. 3ാമത്തെ വ്യക്തിയാണ് വൈസ് ചെയർമാനാവുന്ന, അതുപോലെ ഉപാധ്യക്ഷനാവുന്ന 3ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ സുമൻ ബറി അല്ലെ. ആദ്യം ആരായിരുന്നു? അരവിന്ദ് പനഗരി ആയിരുന്നു. 2ാമത്തെ രാജീവ് കുമാർ ആയിരുന്നു. ഓർത്തിരിക്കുക. ഓക്കെ. അത് നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം ആരാണ്? BVR സുബ്രഹ്മണ്യം 4ാമത്തെ വ്യക്തിയാണ്. അപ്പോൾ ബാക്കിയുള്ള CEOമാരെ പേരൊന്ന് പഠിക്കുക. അതായത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം എന്താണ് ആ നീതി ആയോഗിൻ്റെ CEOമാരിൽ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരിൽ ആരൊക്കെ അല്ലെങ്കിൽ ആവാത്തവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഈ പേരുകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ആദ്യത്തെ ആളായിരുന്നു ആര്? സിന്ധു ശ്രീ ഗുള്ളറാണ്. ആദ്യത്തെ ആളാരാണ്? സിന്ധു ശ്രീ ഗുള്ളറാണ്. 2ാമതാരാണ്? അമിതാഭ് കാന്താണ്. ആരാണ്? അമിതാഭ് കാന്താണ്. 3ാമത്തത് G പരമേശ്വര അയ്യറാണ് അല്ലെ. പരമേശ്വര അയ്യറാണ്. അപ്പോൾ ഈ അമിതാഭ് കാന്ത് എന്ന് പറഞ്ഞ പേര് നമുക്ക് നല്ല പരിചയം അല്ലേ. 2000 കഴിഞ്ഞ G20 സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഷെർപ്പ ആയിരുന്നു ആര്? G20യുടെ ഇന്ത്യയുടെ ഷെർപ്പ അല്ല, ഇന്ത്യയുടെ പ്രതിനിധി ആയിരുന്നു ആര്? അമിതാഭ് കാന്ത് എന്ന് പറഞ്ഞ വ്യക്തി അല്ലേ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഒരുപാട് പുസ്തകങ്ങളൊക്കെ
PSC ചോദിക്കാറുണ്ട് അല്ലേ, അതാണ്. ഓക്കെ, ബ്രാൻഡിങ് ഇന്ത്യ ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഇത് ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട അടുത്ത് ഒന്നുകൂടി നമ്മൾ പഠിക്കണം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അല്ലെ, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. അതിന് ചെയർമാൻ ആരാണ്? പിണറായി വിജയനാണ്. വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രനാണ്. ഓർത്തിരിക്കുക. നിലവിൽ വന്നത് 1967 സെപ്റ്റംബറിലാണ്. അതുപോലെ ആസ്ഥാനം എവിടെയാണ്? പട്ടം, തിരുവനന്തപുരമാണ്. ആദ്യ ചെയർമാൻ EMS ആയിരുന്നു. ഈ സമയത്ത് മുഖ്യമന്ത്രിയാണ്. ചെയർമാൻ പൊതുവെ മുഖ്യമന്ത്രിയാണ്. നിലവിൽ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്നു EMS. ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു? MK ഹമീദാണ്. ഒന്ന് ഓർത്തിരിക്കുക. അടുത്തെന്താണ്? നിലവിലെ കേന്ദ്ര മുഖ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, അതായത് 26-ാമതാണ്. 25-ാമത് നമ്മൾ പഠിച്ചിട്ടുണ്ടാരാണ്? രാജീവ് കുമാറാണ്. 25-ാമത് ആരാണ്? രാജീവ് കുമാറാണ്. അപ്പോൾ 26-ാമത് നിലവിൽ ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ, ജ്ഞാനേഷ് കുമാറാണ്. ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. അതുപോലെ അദ്ദേഹം ഉത്തർപ്രദേശ് സ്വദേശിയാണ്. 2025 ഫെബ്രുവരി 19 മുതലാണ് അദ്ദേഹം ഈ പദവിയിലോട്ട് എത്തിയത്. 1988 ബാച്ച് എന്താണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഓഫീസറാണ്. IAS 88 ബാച്ചിലെ IAS ഓഫീസറാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയിട്ട് 2021 മുതൽ 22 വരെ പ്രവർത്തിച്ചു. 2021 മുതൽ 22 വരെ ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയിരുന്നു. 2024 ജനുവരി 31 എന്ത് ചെയ്തു? അദ്ദേഹം ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്തു? 2022-24 വരെ സഹകരണ സെക്രട്ടറി ആയിരുന്നു. 2024 ജനുവരി 31 എന്ത് ചെയ്തു? വിരമിച്ചു. 2022 മാർച്ച് 14 മുതൽ 2025 ഫെബ്രുവരി 18 വരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായിട്ടുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1+2 ആണ്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, 2 കമ്മീഷണർമാരാണ്. അപ്പോൾ അതിലൊരു കമ്മീഷണറായിട്ട് ആരുണ്ടായിരുന്നു? ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ആരാണ്? ജ്ഞാനേഷ് കുമാർ ഉണ്ടായിരുന്നു. അതെന്നാണ് അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 25-ാമത് രാജീവ് കുമാറാണ്. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ്? ഒന്ന് സുഖ്ബീർ സിംഗ് സന്ധുവും അതുപോലെ ആരാണ്? വിവേക് ജോഷിയും. സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ്. അപ്പം നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എന്തിനാ എത്രയൊക്കെ പഠിക്കണം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ PSC ചോദിക്കും. ഒരു ഡേറ്റ് അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2024 ജനുവരി 31 അദ്ദേഹം ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. അങ്ങനെയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ തോന്നും, ഈ IAS ബാച്ചൊക്കെ അല്ലേ. അപ്പോൾ എന്താണ്? അപ്പോൾ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? കഴിഞ്ഞ ഒരു ഓൺലൈൻ എക്സാമിൻ്റെ PSC എക്സാമിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓൾറെഡി നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പറ്റില്ല. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ എന്ത് ചെയ്യുക? തിരിച്ചറിയുക അല്ലേ. 1988 കേരള അതാണ് ഒന്നാമത്തെ. 2024 ജനുവരി 31 സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. അതും ആവശ്യമുണ്ട് അല്ലേ. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 വരെ ഈ സേവനകാലം അവസാനിക്കും അല്ലേ. അപ്പോൾ ആരാണ് വ്യക്തി എന്ന് വെച്ചാൽ ആരാണ്? ഈ പറഞ്ഞ ജ്ഞാനേഷ് കുമാറാണ്. ആരാണ്? ജ്ഞാനേഷ് കുമാറാണ് അല്ലേ. വിവേക് ജോഷി എന്ന് പറഞ്ഞാൽ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ളതാണ്. രാജീവ് കുമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? രാജീവ് കുമാർ 25-ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. അനൂപ് ചന്ദ്രപാണ്ഡെ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുണ്ടായിരുന്നതാണ്. മുഖ്യമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗമായിരുന്നു ആര്? അനൂപ് ചന്ദ്ര പാണ്ഡെ എന്ന് പറഞ്ഞാൽ. ഇപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഭാഗം 15 ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ്. ആർട്ടിക്കിൾ 326 ഇതിനെപ്പറ്റി പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറയുന്നത്. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ 1+2 3 അംഗങ്ങളായിരിക്കും. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിരിക്കും. ആദ്യത്തെ ആളാണ് ആര്? സുകുമാർ സെൻ ആണ്. ആദ്യത്തെ വനിത എന്ന് വെച്ചാലാണ് VS രമാദേവിയാണ്. ആദ്യത്തെ മലയാളി എന്ന് വെച്ചാലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് പറയുന്നത്. ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് സുകുമാർ സെൻ. ആദ്യ വനിത അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് കാലം ചോദിച്ചാലും ആരെന്നെയാണ്? VS രമാദേവിയാണ്. ആദ്യ മലയാളി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളിയല്ല, ഏക മലയാളിയാണ്. ആരാണ്? TN ശേഷൻ. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നിലവിൽ ആരെന്ന് പറഞ്ഞാൽ A ഷാജഹാനാണ് അല്ലെ. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രത്തൻ U ഗേൽക്കർ ആണ് അല്ലെ. മുമ്പ് ടിക്കാറാം മീണയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആരാണ്? രത്തൻ U ഗേൽക്കർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾ ഏതാണ്? 243K ആണ്. 243K ആണ് അല്ലെ. 243K ആണ്. അതുപോലെ മുനിസിപ്പാലിറ്റി ആക്ട് ആണെങ്കിൽ 243ZA വരും. മുനിസിപ്പാലിറ്റി ആക്ടിൽ 243ZA വരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതും കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. 2025 ഏപ്രിൽ 30 പുതിയ കേരളത്തിൻ്റെ 50-ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് ആരാന്ന് വെച്ചാലാണ്? അതായത് ശാരദാ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ പുള്ളിക്കാരി വിരമിച്ച സമയത്ത് ആ ഒഴിവിലേക്കാണ് പുതിയതായിട്ട് ആര് വന്നത്? A ജയതിലക്. ആൻസർ ആരാണ്? A ജയതിലകാണ്. ഇതൊക്കെ 47 ആര്? VP ജോയ്. 48 V വേണു. 49 അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ശാരദാ മുരളീധരൻ. 50 ആരാണ്? A ജയതിലകാണ്. ഒന്ന് ഓർത്തിരിക്കുക.
ഓക്കെ. 50ാമത്തെ ചീഫ് സെക്രട്ടറി ജയതിലകാണ്. കാലാവധി 2026. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാലാവധി എപ്പോഴാണ്? 2026 ജൂൺ വരെയാണ്. 1991 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. 1991. തൊട്ടുമുമ്പ് വെച്ചിരുന്ന പദവി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അല്ലെങ്കിൽ ബ്യൂറോക്രസിയിൽ അല്ലെ സ്റ്റേറ്റ് ബ്യൂറോക്രസിയിലെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണ്, എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി അല്ലേ. അതേപോലെ തന്നെ ആദ്യത്തെ ആളായിരുന്നു NES രാഘവനാചാര്യാണ്. NES രാഘവനാചാര്യാണ്. 46 വിശ്വാസ് മേത്ത, 47 VP ജോയ്, 48 വേണു V, 49 എന്താണ് ശാരദാമ്മ. നമുക്കറിയാലോ 48 49 അവരെന്താണ് ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലേ. ഓക്കെ. നിലവിലെ നബാർഡിന്റെ ചെയർമാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നിലവിലെ നബാർഡിന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? KV ഷാജിയാണ് അല്ലെ. KV ഷാജി അല്ലെ. തുഹിൻകാന്ത പാണ്ഡെ ആരാണ്? നിലവിലെ സെബിന്റെ ആളാണ്. അതുപോലെ തന്നെ എന്താണ്? സിദ്ധാർത്ഥ് മതി LIC ചെയർമാനാണ്. അതുപോലെ ചള്ള ശ്രീവാസുലു സെറ്റി ആരാണ്? SBIന്റെ ചെയർമാനാണ്. ഓക്കെ. നമുക്ക് എന്തായാലും കുറച്ച് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ. അതായത് നബാർഡ് അല്ലെ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതായത് ആക്ച്വലി ഈ എക്ക് എന്തില്ല, ഫുൾ ഫോം ഇല്ല. ഓർത്തിരിക്കുക, നബാർഡ് എന്ന് പറയുമ്പോൾ ഈ എന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഫുൾ ഫോം പഠിക്കുമ്പോൾ എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അല്ലേ. അതായത് എന്താണ്, ഒരു എക്സാമിന് ഇതിന്റെ മലയാളം തന്നായിരുന്നു അല്ലെ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ്, ദേശീയ ബാങ്കാണ്. ഓക്കെ. നിലവിൽ വന്നപ്പോഴാണ് 1982 ജൂലൈ 12 ആണ്. 1982 ജൂലൈ 12 അല്ലെ. ജൂലൈ 12 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. എന്ത് ദിനാണ് ജൂലൈ 12? ജൂലൈ 12 എന്ന് പറഞ്ഞാൽ മലാല ദിനമാണ് അല്ലെ. മലാല യൂസഫ്സായിന്റെ ജന്മദിനമാണ്. 2014 കൈലാസ് സത്യാർത്ഥിന്റെ കൂടെ എന്താണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ ആളാണ് ആരെന്ന് പറഞ്ഞാൽ മലാല യൂസഫ്സായി അല്ലേ. അപ്പോൾ ജൂലൈ 12 മലാല ദിനാന്നും കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. രൂപീകരണ ശുപാർശ ആരാണ്? B ശിവരാമൻ കമ്മിറ്റിയാണ്. രൂപീകരണ ശുപാർശ B ശിവരാമൻ കമ്മിറ്റിയാണ് അല്ലേ. നരസിംഹം കമ്മിറ്റി എന്താണ്? ഗ്രാമീണ ബാങ്കാണ് കേട്ടോ. നരസിംഹം കമ്മിറ്റി ഗ്രാമീണ ബാങ്കാണ്. ഓക്കെ. അതുപോലെ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ, അതുപോലെ കാർഷിക വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിനാവശ്യമായ ഫണ്ട് നൽകുന്ന ആരാണ്? RBIയും ലോക ബാങ്കുമാണ്. RBIയും ലോക ബാങ്കുമാണ് ഈ പറഞ്ഞ നബാർഡിന്റെ പ്രവർത്തന ആവശ്യമായ ഫണ്ട് നൽകുന്ന ആരാണ്? RBIയും ലോക ബാങ്കുമാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ട്സ് ആണ്, അത് കറക്റ്റ് നോക്കി വെച്ച് പഠിക്കാം. ഓക്കെ. അടുത്ത നമ്മൾ പറഞ്ഞ LICന്റെ ചെയർമാൻ ആണ് സിദ്ധാർത്ഥ മെഹന്തി. അതുപോലെ തന്നെ എന്താണ് SBI ചെയർമാൻ ചള്ള ശ്രീവാസുലു സെറ്റിയാണ്. അതുപോലെ തന്നെ സെബിന്റെ ആരാണ്? തുഹിൻകാന്ത പാണ്ഡെയാണ് അല്ലെ. റവന്യൂ സെക്രട്ടറി ആയിരുന്നു. അതാണ് അദ്ദേഹം സെബിന്റെ ചെയർമാനായിട്ട് നിയമിതനാവുന്നത്. ഓക്കെ. അടുത്തതാണ് IRDAI ആരാണ്? ദബാശിഷ് പാണ്ഡെയാണ്. അതുപോലെ CBIന്റെ ആരാണ്? പ്രവീൺ സൂദാണ്. റോഡ് ഡയറക്ടർ ആരാണ്? രവി സിൻഹയാണ്. DRDO അല്ലെ. 1958 DRDO വന്നത് അല്ലെ. സമീർ V കാമത്ത് അല്ലെ. എന്താണ് മുദ്രാവാക്യം? സ്ട്രെങ്ത് ഓഫ് ഒറിജിൻ ഈസ് ഇൻ സയൻസ് അല്ലെ. ഒറിജിൻ ഓഫ് സ്ട്രെങ്ത് ഈസ് ഇൻ സയൻസ്. എന്താണ് DRDOന്റെ മുദ്രാവാക്യം? എന്താണ്? ഒറിജിൻ ഓഫ് സ്ട്രെങ്ത് ഈസ് ഇൻ സയൻസ് അല്ലെ. DRDOന്റെ ആസ്ഥാനം DRDO ഭവനാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലുള്ള അല്ലെ. ഓക്കെ. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് DRDO വരുന്നത് വെച്ചാൽ ഏത് മന്ത്രാലയം എന്ന് പറയുന്നത് നമ്മൾ പ്രതിരോധ മന്ത്രാലയമാണ്. ഏതാണ്? പ്രതിരോധ മന്ത്രാലയമാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ അറ്റോർണി ജനറൽ ആണ്. നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? അതാരാണ്? നമുക്കറിയാം അല്ലെ. 16ാമത് ആരാണ്? R വെങ്കിട്ടരമണിയാണ്. 15ാമത്തെ ആളായിരുന്നു KK വേണുഗോപാൽ. അല്ലെങ്കിൽ ഇന്ത്യയുടെ അറ്റോർണി ജനറലായ മലയാളിയാണ് ആര്? KK വേണുഗോപാൽ. അത് 2 തവണ ആയ വ്യക്തിയാണ്. ഒന്ന് സോളി സൊറാബ്ജി, വേറൊരാളും കൂടിയുണ്ട് മിലൻ K ബാനർജി. തുഷാർ മേത്ത ആണ് നിലവിലെ സോളിസിറ്റർ ജനറൽ ആണ്. തുഷാർ മേത്ത നിലവിലെ സോളിസിറ്റർ ജനറൽ ആണോ എന്ന് ഓർത്തിരിക്കാം. ഓക്കെ. അപ്പോൾ അറ്റോർണി ജനറൽ 16ാമത് അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയാണ്. 2022 ഒക്ടോബർ 1 മുതലാണ് അദ്ദേഹം ഈ പദവിയിലെത്തിയത്. 15ാമത് KK വേണുഗോപാലായിരുന്നു. ആദ്യത്തേതായിരുന്നു MC സെതൽവാദാണ് അല്ലേ. നമുക്കറിയാം ആർട്ടിക്കിൾ 76 ഭാഗം 15 ആർട്ടിക്കിൾ 76 സോറി ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അറ്റോർണി ജനറലെ പറ്റി പറഞ്ഞു. അറ്റോർണി അല്ല, അറ്റോർണി ജനറൽ ആണ്. ഓക്കെ. ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസറാണ്. നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. യോഗ്യത എന്താണ്? സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതയാണ് അല്ലെ. എന്താണ് സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 5 വർഷം എന്ത് ചെയ്യണം? ഹൈക്കോടതി ജഡ്ജായിരിക്കണം. അതുപോലെ ഇന്ത്യൻ പൗരനായിരിക്കണം. ഹൈക്കോടതിയിൽ 10 വർഷം എന്ത് ചെയ്യണം? അഭിഭാഷകനായിട്ട് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ എന്ത് ചെയ്യണം? പ്രഗത്ഭനായിട്ടുള്ള
അഭിഭാഷകനായിരിക്കണം. ഇതൊക്കെയായിരുന്നു ഇതിൽ സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് അതുപോലെ കാലാവധി എന്ന് പറഞ്ഞാൽ കാലാവധിയെ പറ്റി എന്ത് ചെയ്യുന്നില്ല, ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നില്ല, പരാമർശിക്കുന്നില്ല. രാഷ്ട്രപതി തീരുമാനിക്കും പ്രകാരമാണ്. അതുപോലെ തന്നെ എന്താണ് ശമ്പളത്തെ പറ്റി ശമ്പളവും അതുപോലെ തന്നെയാണ് വരിക, രാഷ്ട്രപതി തീരുമാനിക്കും പ്രകാരമാണ്. കാരണം ഇതൊരു സ്ഥിരം പദവിയല്ല. എന്ത് ചെയ്യുക, ഈ പറഞ്ഞ അറ്റോർണി ജനറൽ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, സ്വകാര്യ ജോലി തുടരുന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം ഇത് കേസുകൾ വരുമ്പോൾ മാത്രമാണ് വാദിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ശമ്പളം എന്തല്ല, ഫിക്സഡ് അല്ല. ചുമതലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ചുമതലകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ആവശ്യമായ നിയമോപദേശം നൽകുക, നിയമ സ്വഭാവമുള്ള കർത്തവ്യങ്ങൾ ചെയ്യുക, അതുപോലെ കോടതിയിലേക്ക് അപ്പിയർ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെയാണ് വരിക. ഓക്കെ, അടുത്ത നമുക്ക് ജസ്റ്റ് അറ്റോർണി ജനറൽ പറയുമ്പോൾ നമ്മൾ എന്തും കൂടി നോക്കുക, പഠിച്ചു വെക്കുക. നിലവിലെ സോളിസിറ്റർ ജനറൽ ആണ് ആര്, തുഷാർ മേത്ത അല്ലെ. ആദ്യത്തെ ആളായിരുന്നു CK ദസ്താരി, ഇന്ത്യയിലെ 2ാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ്. ഇതൊരു ഭരണഘടനാ പദവി അല്ല. എന്താണ് സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞത്, അതായത് അറ്റോർണി ജനറൽ അഭാവത്തിലാണ് ഈ സോളിസിറ്റർ ജനറൽ എന്ത് ചെയ്യുക, റോളൊക്കെ വരിക അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യ കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്, K ഗോപാലകൃഷ്ണ കുറുപ്പാണ് അല്ലെ. അഡ്വക്കേറ്റ് ജനറലെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്, അതൊരു ഭരണഘടനാ പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ അല്ലെ. സംസ്ഥാനത്തെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥനാണ്. ആർട്ടിക്കിൾ 165 ആണ് വരിക. ഓക്കെ, അടുത്ത ഇന്ത്യയുടെ ലോക്പാൽ അല്ലെ. ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്, AM ഖാൻവിൽക്കർ ആണ്. ഓർത്തിരിക്കുക, നിലവിലെ ലോക്പാൽ ആരാണ്, AM ഖാൻവിൽക്കർ. അജയ് മാണിക് റാവ് ഖാൻവിൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ആയിരുന്നു ഒരു ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആണ്. ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു. അതുപോലെ കേരളത്തിലെ നിലവിലെ യോഗായുക്ത ആരാണ്, N അനിൽകുമാർ ആണ്. ആരാണ്, N അനിൽകുമാർ. ആദ്യത്തെ ആരായിരുന്നു, PC ബാലകൃഷ്ണ മേനോനായിരുന്നു. PC ബാലകൃഷ്ണ മേനോനായിരുന്നു. നിലവിലെ ഉപലോകായുക്തമാരാണ് ആരൊക്കെ, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തയാണ് അതിന്റെ സ്ട്രക്ചർ വരിക. അതിൽ ആരൊക്കെയുണ്ട്, ഒന്ന് അശോക് മേനോനും അതുപോലെ എന്താണ് V ഷർസിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി 2-3 പദവികളും കൂടി പറയാനുണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ നിങ്ങൾ സജഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചില ടോപ്പിക്സിൻ്റെയൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ ടോപ്പിക്കൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കൂടുതൽ വീഡിയോസിനായിട്ട് നെക്സ്റ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അതൊക്കെ ലഭിക്കാൻ വേണ്ടി എന്താ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സിനായിട്ട് എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എന്താണ് കമൻറ്റിലും പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് നിലവിലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണല്ലേ PSCൻ്റെ. എന്താണ് ഇപ്പം നിലവിൽ ആ പദവിയിൽ ഒരു മാറ്റം വന്നില്ല. ആരാണ്, V രാമസുബ്രഹ്മണ്യനാണ്. മുൻ ഇയാളെ എപ്പോഴും അരുൺകുമാർ മിശ്ര, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വയ്ക്കാലും കാണുന്ന പേരാണ് അരുൺകുമാർ മിശ്ര അല്ലെ. ഈ നിലവിൽ V രാമസുബ്രഹ്മണ്യം എത്രാമത്തെയാണ്, 9ാമത്തെയാണ്. എത്രയാണ്, 9ാമത്തെയാണ്. 9ാമത്തെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ 9ാമത്തെ ചെയർമാനാണ് ആരെന്ന് പറഞ്ഞാൽ V രാമസുബ്രഹ്മണ്യം അല്ലെ. നിലവിൽ എത്രാമത്തെ, തൊട്ട് മുമ്പാരാണ് അരുൺകുമാർ മിശ്ര. 8ാമത് ചെയർമാൻ ചോദിച്ചാൽ അരുൺകുമാർ മിശ്ര തന്നെയായിരുന്നു. ഓക്കെ, ആദ്യത്തേത് രംഗനാഥ മിശ്രയാണ്. അതുപോലെ തന്നെ ഏറ്റവും എന്താണ് മലയാളി എന്ന് പറഞ്ഞതാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ മലയാളി എന്ന് പറഞ്ഞാലാണ് KG ബാലകൃഷ്ണൻ അല്ലെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, KG ബാലകൃഷ്ണൻ. 6ാമത്തെ ചെയർമാനായിരുന്നു ആരെന്ന് പറഞ്ഞാൽ KG ബാലകൃഷ്ണൻ. 2010 മുതൽ 2015 വരെയാണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്, അലക്സാണ്ടർ തോമസ് ആണ്. മുമ്പ് ആന്റണി ഡൊമിനിക് ആയിരുന്നു. നിലവിലാരാണ്, അലക്സാണ്ടർ തോമസ് ആണ്. ആദ്യത്തേത് ആരായിരുന്നു, M പരീത് പുള്ളിയാണ്. മനുഷ്യാവകാശ കമ്മീഷനിൽ പുതുതായിട്ട് അംഗമായ ഒരു വ്യക്തിയുണ്ട്, ആ പേരൊന്ന് പഠിച്ചിരിക്കുക. ആരാണ്, V ഗീതയാണ്. ആരാണ് പുതിയതായിട്ട് അംഗമായതാരായിരുന്നു, V ഗീതയാണ്. ഓക്കെ അല്ലേ. അതുപോലെ കേന്ദ്ര വനിതാ കമ്മീഷന്റെ ചെയർമാനാണ് ആര്, വിജയ് കിഷോർ രഹത്കർ ആണ്. മുമ്പാരായിരുന്നു, രേഖാ ശർമ്മയാണ്. ഇതും എത്രാമത്തെയാണ്, 9ാമത്തെയാണ്. 8ാമത്തെ ആയിരുന്നു ആരെന്ന് പറഞ്ഞാൽ രേഖാ ശർമ്മ. 8ാമത്തെ രേഖാ ശർമ്മ. 2017 മുതൽ രേഖാ ശർമ്മയായിരുന്നു. 2 ടേമൊക്കെ ആയിട്ടുണ്ട് രേഖാ ശർമ്മ. ഓക്കെ, ആദ്യത്തെ ആളായിരുന്നു ജയന്തി പട്നായിക് ആണ്. അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആരാണ്, P സതീദേവിയാണ്. ആദ്യത്തെ ആരായിരുന്നു, സുഗതകുമാരിയായിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവികളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് പഠിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കുറേ പദവികൾ നമ്മൾ ഇനിയും പറയാനുണ്ട് അല്ലെ. സുപ്രീം കോടതി, അതുപോലെ ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെ സൈനിക മേധാവികൾ, ഒരുപാട് പദവികൾ പറയാനുണ്ട്. ആ ഇമ്പോർട്ടൻ്റ് ആയ പദവികൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യും. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എന്താണ്, ബൈ. ഓക്കെ.